ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. തലേ ദിവസത്തെ ഇന്ന് കല്യാണത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ കല്യാണത്തിന് പോകാൻ റെഡി ആയേക്കുവാണ് കേട്ടോ. ഇതാണ് ഇന്ന് എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇത് നമ്മുടെ സരിത ജയസൂര്യ മാമിൻ്റെ ബുട്ടീക്കിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. ഈ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ഞാൻ എൻ്റെ വീഡിയോസ് ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 3 മാസം മുമ്പ് കേട്ടോ. നല്ല ഡ്രസ്സാണ്, ഇഷ്ടമായില്ല എല്ലാവർക്കും. ഇതാണ് കേട്ടോ കല്യാണത്തിന് പോകാനുള്ള അപ്പിയറൻസ്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? അപ്പം ഞാനിപ്പോൾ ഇതിപ്പം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോകുവാണ്. അവിടെ ആ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകും. നമുക്കിപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകാം. കാരണം ഓഡിറ്റോറിയത്തിൽ അവിടെ കുറേ റൂംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. അതിനുശേഷം നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. ഇതാണ് ശരിക്കും പറയുന്നത് കല്യാണ മണ്ഡപം തന്നെയാണ് കേട്ടോ. ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേര് ചന്ദന ഇൻ എന്നാണ്. സൂര്യ ചന്ദന ഇൻ, അതാണ് കേട്ടോ ഇതിൻ്റെ പേര്. കുഴപ്പമില്ല, നല്ലൊരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ റൂംസ് പിന്നെ ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു റൂമിലേക്ക്, വേറൊരു ഹോട്ടലിലേക്ക് ഞങ്ങൾ മാറിയതാണ്. കാരണം ഇവിടെ എല്ലാവർക്കും കൂടി താമസിക്കാനായിട്ട് റൂംസ് കിട്ടിയില്ല. അതായത് ഒരുപാട് കല്യാണങ്ങളുള്ള ദിവസമാണ്. മെയ് 8-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കല്യാണമുള്ള ദിവസമാണ്, ഒരുപാട് മുഹൂർത്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കല്യാണങ്ങൾ കൂടുതലായതുകൊണ്ട് ഒരു റൂമും കിട്ടാനില്ല. അപ്പോൾ ഞങ്ങൾ വേറെ ഹോട്ടലിലേക്ക് മാറിയതാണ്. അപ്പോൾ നമ്മുടെ ബാക്കി കുറേ റിലേറ്റീവ്സ് ഇവിടെയാണ്. അപ്പോൾ ഇവിടേക്ക് അതുകൊണ്ടാണ് ആദ്യമേ വന്നത് രാവിലെ. ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും എത്തിക്കഴിഞ്ഞു. കാരണം കല്യാണം 8 മണിക്കും 8:15 ഇടയ്ക്കായിരുന്നു. അപ്പം അതിന് എല്ലാവരും എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മളതേ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു. ഇവിടെ തന്നെ ഓഡിറ്റോറിയം ഇവിടെ തന്നെയാണ്. അപ്പോൾ രാവിലെ അറിയാൻ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ്. ദക്ഷിണയൊക്കെ വാങ്ങിച്ചു, ഞാനും വാങ്ങിച്ചു കേട്ടോ. എനിക്കും തന്നായിരുന്നു ദക്ഷിണ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദക്ഷിണ വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി, ദോശ, ഉഴുന്നോട, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകാം. ഞാനും കഴിച്ചു കേട്ടോ. ദോശയും സാമ്പാറും ചമ്മന്തിയും എല്ലാം കഴിച്ചു. അപ്പോൾ അതെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ്. താലികെട്ടിൽ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ ഓഡിറ്റോറിയത്തിലേക്ക് തിരിച്ചു വരും. കാരണം കല്യാണം പിന്നെ ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അമ്പലത്തിലേക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പുതുമോടികൾ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, താലികെട്ടിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ഭയങ്കര സന്തോഷമാണ് നമുക്ക്. പ്രത്യേകിച്ചും ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷമാണ് എല്ലാവർക്കും അല്ലേ. അത് കൂടാതെ കല്യാണങ്ങളും കൂടി ഇങ്ങനെയുള്ളപ്പോൾ ഒരുപാട് നവവരനും വധുവിനെയൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ പോലെ, കാരണം 250-ൽ പരം കല്യാണമുള്ള ദിവസമായിരുന്നു വന്ന്. അതുകൊണ്ട് തന്നെ ആ കല്യാണത്തിൻ്റെത് എല്ലാവരുടെയും ബന്ധുക്കളും പിന്നെ അത് കൂടാതെ തൊഴാൻ വരുന്നവരും എല്ലാമായിട്ട് നിൽക്കാൻ കൂടി സ്ഥലമില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ 3 മണ്ഡപങ്ങളാണ്, കല്യാണ മണ്ഡപങ്ങളാണ് ഗുരുവായൂർ അമ്പലത്തിലുള്ളത്. നമ്മുടെ ആ ടോക്കൺ അതനുസരിച്ച് നമ്മൾ കയറി പോയില്ല. ഒരു സെക്കൻഡ് നമ്മൾ വൈകിക്കഴിഞ്ഞാൽ അടുത്ത വധുവും വരനുമായിരിക്കും മണ്ഡപത്തിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. ഭയങ്കര തിരക്കാണ്. കാരണം അതിന് മാത്രം കല്യാണം ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുവാണ് മണ്ഡപത്തിൽ. എനിക്ക് ചില രംഗങ്ങളൊക്കെ ചില സമയത്ത് എടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ ഫ്രണ്ട്സ്. റിയലി സോറി, ക്ഷമിക്കണം. കാരണം ഞാൻ ഈ കല്യാണത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ചില രംഗങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അറിയാലോ ആ സാഹചര്യം. അതുകൊണ്ടൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കാത്ത് നിൽക്കുവാണ് ഞങ്ങളുടെ ഊഴം വരാൻ എന്ന് തന്നെ പറയാം. അങ്ങനെ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ അടുത്തത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ വധുവും വരനുമാണ് ഇനി മണ്ഡപത്തിലേക്ക് കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും എല്ലാമാണ് കേട്ടോ. അപ്പോൾ ഈ താലികെട്ടലിൻ്റെ ഞങ്ങളുടെ ടൈമായി. അപ്പോൾ അങ്ങോട്ടേക്ക് ഇവർ 2 പേരാണ് കേട്ടോ. നമ്മുടെ അഖിലും ചന്ദനയും 2 പേരാണ്. അഖിലിൻ്റെ കല്യാണം കഴിക്കാൻ പോണ കുട്ടിയാണ്, ചന്ദന എന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ അങ്ങനെ അവിടെ താലികെട്ടിലൊക്കെ കഴിഞ്ഞു. കാരണം എനിക്ക് ആ ഒരു താലികെട്ടൽ രംഗം എടുക്കാനായിട്ട് സാധിച്ചില്ല. മണ്ഡപത്തിലേക്ക് കയറുന്നവരേ സാധിച്ചുള്ളൂ. അറിയാലോ, ആ സമയം നമ്മളെല്ലാവരും ഒരുമിച്ച് അത്ര നിൽക്കുന്ന ഒരു ടൈമിൽ പോയി യൂട്യൂബ് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. റിയലി സോറി ഫ്രണ്ട്സ്. കാരണം പ്രത്യേകിച്ച് ഞാൻ തൊട്ട് ബാക്കിൽ തന്നെയായിരുന്നു, എടുക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറ്റിയില്ല. എന്നോട് ക്ഷമിക്കണേ. അപ്പോൾ അതൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഏകദേശം ഇതാണ് കാണിക്കുന്നത്. നമ്മൾ കല്യാണത്തിൻ്റെ പ്രധാന ഭാഗമാകുമ്പോൾ നമുക്ക് നേരെ ബാക്കിൽ പോയി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. വധുവും വരനും ആ കാറിലാണ് മണ്ഡപത്തിലേക്ക് വന്നത്. പക്ഷേ ഞങ്ങൾ തൊട്ടടുത്തായി നടന്നാണ് പോകുന്നത്. ബാക്കി എല്ലാവരും നടന്നു തന്നെ പോകുന്നത്. ഭയങ്കര വെയിൽ കേട്ടോ. ഞാനൊരു നാരങ്ങ കുടിക്കാൻ മറന്നില്ല കേട്ടോ. ദാഹിച്ചിട്ട് പോയി, അത്രയ്ക്ക് ചൂട്. ഈ ഒരു രക്ഷയിലെ 9 മണിയായുള്ളൂ. പക്ഷെ നിൽക്കാൻ വയ്യാത്ത അത്രയും ചൂടായിരുന്നു. അപ്പോൾ നാരങ്ങകളൊക്കെ കുടിച്ചു. പക്ഷേ നല്ല തണുത്ത നാരങ്ങകളൊക്കെ കുടിച്ചപ്പോൾ നല്ല സുഖമായി കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ
രാവിലെ നമ്മൾ വന്നില്ലേ നമ്മുടെ ഓഡിറ്റോറിയം കല്യാണ മണ്ഡപം, അതായത് സൂര്യ ചന്ദന ഇൻ അങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഓഡിറ്റോറിയത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. പിന്നെ ഇന്ന് തലേദിവസത്തെ വീഡിയോയ്ക്കകത്ത് ഓഡിറ്റോറിയം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓഡിറ്റോറിയം അതുകൊണ്ട് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ അറിയാം താലം എടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് ആദ്യം കാണുന്നത്. അപ്പോൾ താലം എടുക്കാനുള്ള ആളുകളെല്ലാവരും, കുട്ടികളും മുതിർന്നവരും എല്ലാവരുമായിട്ട് ഭരണിയും മധുവിനെയും അകത്തേക്ക് സ്വീകരിച്ചു. അങ്ങനെ മണ്ഡപത്തിൽ കയറി കല്യാണമെല്ലാം കഴിഞ്ഞു. ഇതേ സദ്യയുടെ സമയമായി. ഇനിയിപ്പോൾ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പെട്ടെന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോകുകയാണ്. കാരണം ഞങ്ങളെല്ലാം നേരത്തെ പയ്യൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുകയാണ്. കാരണം അത് കഴിഞ്ഞിട്ടാണ് ചെക്കനും പെണ്ണും ഒക്കെ വന്നത്. കാരണം അവരെ വിളക്കോ ചെതിരേൽക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ വേഗം കഴിച്ചിട്ട് പോകുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചില കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോയിലെടുക്കാൻ സാധിക്കാഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അഖിലിനും ചന്ദനയ്ക്കും എല്ലാവിധ വിവാഹ ആശംസകളും നേർന്നുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ചില പ്രധാന ഭാഗങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചില്ല. അത് ചില സാഹചര്യങ്ങൾ കൊണ്ടാണ്. കാരണം നമ്മൾ ഈ കല്യാണത്തിൻ്റെ പ്രധാന ഭാഗം തന്നെ ആയതുകൊണ്ടാണ് ചില ഭാഗങ്ങൾ എനിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താനോ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനോ പറ്റാതിരുന്നത്. അതെൻ്റെ എല്ലാ വ്യൂവേഴ്സും മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്.